എന്തിനാണ് നിങ്ങൾ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല സാറേ. മനസ്സിലായിട്ടാണോ അതോ മനസ്സിലായിട്ട് ഞങ്ങളെ പൊട്ടം കളിപ്പിക്കാനാണ്? എയർപോർട്ടിൽ നിന്ന് നോക്കി ഇവിടെ വരുന്നത് ഞങ്ങൾ ചോദിക്കാതിരുന്നത് നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് അടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലേ? അയ്യോ സാറേ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല. സത്യമായിട്ടും എന്തിനാണ് എന്നെ പിടിച്ചതെന്ന് മനസ്സിലാവാത്തോണ്ടാണ്. നീ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നിന്നെ പൊക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കൂടാ. തൽക്കാലം നീ ഇത്രയും അറിഞ്ഞാൽ മതി. അത് തന്നെയാണ് സാറേ എനിക്ക് മനസ്സിലാകാത്തത്. എന്നെ പിടിക്കേണ്ട ഒരു കാര്യമല്ല നിങ്ങൾക്ക്. നിങ്ങൾക്കിനി ആള് മാറിയതായിരിക്കോ? കഴിഞ്ഞൊരാഴ്ച നിനക്ക് ദുബായിൽ നല്ല ജോലി തിരക്കായിരുന്നു അല്ലേ? ആണ് സാറേ. വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് നാളായി ഓവർ ടൈം ജോലി ചെയ്യാറുണ്ട്. ഇന്നലെ ഒരു പോളാ കണ്ണടച്ചിട്ടില്ല. അല്ല, സാറിന് ഇതെങ്ങനെ മനസ്സിലായി? ജേഷേ, നിന്റെ ഈ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ആദ്യം തന്നെ എന്നോട് പറയാം. നീ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. നീ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമുക്കതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ മറ്റു കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കുണ്ടാവും. സാരെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ക്രിമിനൽ ഒന്നും അല്ല സാറേ. സാർ വേണമെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ല നീ ക്രിമിനലാണെന്ന്. നിനക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അല്ല സാർ, ഞാനെന്തോ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനെന്നാൽ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? കറക്റ്റായിട്ട് നീ ഉത്തരം പറയണം, അല്ലാതെ വെറുതെ ദുഡ്ഡ് കളിക്കാൻ നിൽക്കരുത്. ഇപ്പോഴാണെങ്കിൽ ഒരു പരിധി വരെ നിന്നെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. എൻ്റെ ജയേഷ് അബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ? സാർ ചോദിച്ചോ. ജയേഷേ, നീ നിന്റെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ പെടുകയും അല്ലെങ്കിൽ കേസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? ഞങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സംഭവമൊന്നും നടന്നിട്ടില്ല സാറേ. നീ പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ മാക്സിമം സഹായിക്കാം. സാറ് ക്രൈംബ്രാഞ്ച് DSP ആണ്. സാറ് പറയുമ്പോൾ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാമെന്നല്ല, ഞാൻ മാക്സിമം ചെയ്തു തരാം, മര്യാദയ്ക്കാണെങ്കിൽ. ഒരു ആക്സിഡന്റ് കേസ് ഉണ്ടായിട്ടുണ്ട് സാറേ. ആണോ? ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞാൽ നീ തെളിച്ചു പറ. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് എൻ്റെ ജീപ്പിലൊന്ന് ഇടിച്ചു സാറേ. എന്നിട്ട് ബൈക്ക് ഓടിച്ചിരുന്ന ആൾ മരിച്ചു സാറേ. പുറകിലിരുന്ന ആൾക്ക് കാര്യമായി പരിക്കും പറ്റി. മിസ്റ്റേക്ക് ആരുടെ ഭാഗത്തായിരുന്നു? അതിപ്പോൾ ആരുടെ മിസ്റ്റേക്കാണെന്ന് ചോദിച്ചാൽ അവർ കുറച്ച് ഓവർ സ്പീഡായിരുന്നു സാറേ. ആഹാ, അപ്പൊ താൻ ഓൾറെഡി ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. അയ്യോ സാറേ, വണ്ടി ഇടിച്ചാണ് അയാൾ മരിച്ചത്, അല്ലാതെ ഞാൻ കൊന്നതൊന്നുമല്ല. തൻ്റെ വണ്ടി തട്ടിയല്ലേ അയാൾ മരിച്ചത്. അപ്പൊ പിന്നെ ഒരു തരത്തിൽ അതൊരു കൊലപാതകം തന്നെയല്ലേ ജയേഷേ? ശരിയല്ലേ? എന്നിട്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? സാറേ, സംഭവം നടന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് സ്മാൾ അടിച്ചിരുന്നതുകൊണ്ട് അന്ന് ഞാൻ വണ്ടി നിർത്താതെ പോയി സാറേ.